ആര്യ ഈ സൂര്യൻ സാറൊക്കെ അവിടെ പോയി കിടക്കണ്? സാർ അങ്ങനെ വൈകണല്ല, എന്തെങ്കിലും അത്യാവശ്യത്തിൽ പെട്ടുപോട്ടണം. ബ്ലോക്ക് അല്ലേ സാറേ? അല്ല, വല്ലാതെ വൈകിക്കാൻ പറ്റില്ല. സാറിന് വേറെ ഇവിടെ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞേ. എനിക്ക് 12 മണിക്ക് ഒരു ഡെലിവറി ഉണ്ട്. ഓ, വൈഫിൻ്റെ? അല്ലല്ല, ഒരു ഡോബർമാൻ്റെ. അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം, വീട്ടുകാർക്ക്. എന്താ പിന്നെ നമുക്ക് തുടങ്ങി വയ്ക്കാം. തുടങ്ങും സാർ. അല്ലേ? എന്നാ തുടങ്ങാം. എന്നാ പിന്നെ തുടങ്ങി. ആ സാറേ, അതെ വന്നല്ല. അപ്പേയും വരി നിങ്ങളത്. ഇത് എന്താ വൈകിയത്? അല്ല, അത് ഇവിടെ ഈ പാമ്പ് പിടുത്തത്തിന്റെ പരിശീലന ക്യാമ്പ് നടക്കുകയാണല്ലോ. അതെ, ഒരു നല്ല കാര്യം നടക്കല്ലേ. അപ്പൊ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു, നാഗദൈവത്തിനൊരു വഴിപാടൊക്കെ നടത്തി. നിങ്ങളോ? അല്ല, ഞാനോ സുഗതൻ സാറ് അമ്പലത്തിന് പാമ്പിനെ തോയാൻ പോയപ്പോഴേ പുറത്ത് കാത്തുന്ന അയ്യപ്പനും പാമ്പനും ആകുമ്പോ ഓഫീസിലും ഇതൊക്കെ തന്നെയാണ് പരിപാടി അല്ലേ? അല്ലല്ല, അവിടെ കറക്റ്റ് സമയത്തിനെത്തുന്നു. ഇപ്പൊ ഇതിന്റെ കാര്യം കൊണ്ടെന്ന് അമ്പലത്തിൽ പോയതാ. പ്രിയമുള്ള വനം വകുപ്പ് ജീവനക്കാരെ, എല്ലാവർക്കും ഈ പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി മുതൽ കണ്ട ആളുകൾക്ക് മുഴുവൻ പോയിട്ട് പാമ്പിനെ പിടിക്കാൻ പറ്റും വിചാരിക്കണ്ട. അത് സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇനി പാമ്പ് പിടിക്കാനുള്ള സർക്കാരിൻ്റെ പ്രത്യേക കോഴ്സ് പാസ്സായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പാമ്പിനെ പിടിക്കാൻ പറ്റൂ. അത് നന്നായി സാറേ. ഈ കണ്ണി കണ്ടവരൊക്കെ പോയി പാമ്പിനെ പിടിക്കണോണ്ട് ഭാര്യമാർക്ക് ഭീഷണിയാന്നിട്ടുള്ള ഒരു സംസാരമുണ്ട് നാട്ടിൽ. അത് മറ്റേ കേസായിട്ടേ അതായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ആൾക്കാര്. ശരിയാണത്. പിന്നെ ഇവിടെ ഇപ്പൊ കണ്ട ചാത്തനും പോത്തനും ഒക്കെ പാമ്പിനെ പിടിക്കുകയാണല്ലോ. ഇനി അത് നടക്കില്ല. അതാണ്. അപ്പൊ അതിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ശ്രീ മന്മഥ സാറാണ്. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അതാണ്. ഇതിപ്പോ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ സാറ് പരിചയപ്പെടുത്തി. മന്മഥൻ. സാറേ, എൻ്റെ പേര് പാരിജാതൻ. ഫോറസ്റ്റില് ബീറ്റ് ഓഫീസറാണ്. കുറച്ചാള് ഗൾഫിലായിരുന്നു. ഇപ്പൊ ജോലി കിട്ടിയപ്പോ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആണ്. പിന്നെ സാറേ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ അതിലെ കയറി പോക്കോളും. നമ്മളെ പേര് മൊയ്തു. രാജിന്റെ അതേ പോസ്റ്റാണ്. നമ്മള് ഇതുവരെ പാമ്പിന് പിടിച്ചില്ല. പാമ്പ് നമുക്ക് അറാമാണ്. അല്ലാതെ പേടിയുണ്ടായിട്ടല്ല. പേടി എന്ന് പറഞ്ഞാല് ഇത് കണ്ടങ്ങനെ ഉടുപ്പിച്ചാലോ. ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോ അതൊക്കെ മാറും. ശമ്പളം കിട്ടുമ്പോൾ മാത്രം ഒളിപ്പിക്കൂല. എന്റെ പേര് സുഗതൻ, റേഞ്ച് ഓഫീസറാണ്. ഈ സ്കൂളിൽ ചേർക്കുമ്പോഴേ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റി കൊടുത്തിട്ടേ ഇനി അധികകാല സർവീസ് ഇല്ല. പിന്നെ ഈ ആർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടേ ഈ പാമ്പ് പുലി എന്നൊക്കെ പറഞ്ഞാൽ ഹാർട്ടിന്റെ ബീറ്റിങ്ങിന് കൂടും. അതിന് ഞാൻ മരുന്ന് തരും. ഞാൻ ബാബുണ്ണി, ഉണ്ണി, BFO, സജീവ സംഘടനാ പ്രവർത്തനമായതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. എനിക്കത്ര പരിചയമില്ല. അപ്പോ നമ്മളിപ്പോ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി അധികം വൈകിക്കണ്ട, നേരെ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മെഴുകസിയെന്ന് പറഞ്ഞിരിക്കരുത്. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം, മടിക്കരുത്. അപ്പോൾ തിയറി ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞാ മതി പാമ്പ്. അത് പോരാ, പാമ്പിനെ നമ്മളത് കൃത്യമായിട്ട് കാണിച്ചു തന്ന് പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ വെക്കാം. സാർ ഒന്ന് കെട്ടഴിച്ചോ സാറേ. ഒന്ന് സാറഴിച്ചോ ഒന്ന് പിടിച്ചോ സാറേ. ഇത് ഒന്ന് കെട്ടഴിച്ചോ. സാറേ നോക്കണേ അത്. കെട്ടൊന്ന് കുരുങ്ങി അതൊന്നും സാറിന് അഴിച്ചത് കെട്ട്. പഠിക്കണ്ടേ നമുക്ക്. ഓപ്പൺ ചെയ്യുമ്പോൾ അതൊന്നുമില്ലാതെ പഠിക്കാതെ കുത്തിയോ? കയറിന്റെ ഇടയിൽ ഇതായി പോയി സാർ. ഇങ്ങോട്ട് ഇരിക്കല്ലേ അത്. ആ വായ അങ്ങോട്ട് വെക്ക്. ഇങ്ങോട്ട് തിരിക്കല്ലേ. അത് അഴിച്ചു വിടും സാർ. അത് ഇതൊന്നുമില്ല. ഇതിപ്പോ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എടുക്കണ്ട. ഇത് പിന്നെ എടുക്കാണ്ട് പിന്നെ ക്ലാസ് നടത്താൻ പറ്റുമോ? ഇതാണ് സാക്ഷാൽ അണലി. അല്ല സാറേ, അത് മൂർഖനല്ലേ? അത് നമ്മുടെ നാട്ടിൽ മൂർഖെന്ന് പറയാ. സോറി. ഇതാണ് അണലി. അത് വേറെ മൂർഖനാ. മൂർഖൻ തന്നെ. അയ്യോ, അപ്പം പടം മാറിപ്പോയി കേട്ടോ. സോറി. ഞാൻ എൻ്റെ ഓഫീസിലെ
പയ്യൻ്റെ അടുത്ത് പറഞ്ഞതാ വെച്ച പാര എന്തായാലും നമുക്ക് മൂർഖൻ. അപ്പൊ ഇതാണ് സാക്ഷാൽ മൂർഖൻ. ഈ പാമ്പുകളെ 11 കുടുംബങ്ങളായി നമുക്ക് തിരിക്കാം. നമുക്ക് ഈ പാമ്പിന്റെ കുടുംബ മഹിമയും പാരമ്പര്യമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? കാര്യത്തിലേക്ക് കിടന്നാ പോരെ? അത് നേരാണ് സാറേ. പിന്നെ എത്ര വലിയ തറവാട്ടിലെ പാമ്പാണെങ്കിലും കടിക്കാൻ വന്ന ആളിയെത്തൂല്ലേ? അവിടെയാണ് പ്രശ്നം. ഇത് ഓരോ പാമ്പിന്റെയും വിഷത്തിന്റെ വ്യാപ്തി വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് മരിക്കും, ചില പാമ്പ് കടിച്ചാൽ ഹലോ ഹലോ ആ പറഞ്ഞോളൂ. എന്താണ്? ആണോ? എപ്പോ? അത് ശരി. ആ ആ വെച്ചോളൂ. എന്താ സാറേ? സാറേ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ കേസ് ഒന്ന് ഡീൽ ചെയ്തോട്ടെ. പുലിയ സാറിന്റെ പറച്ചിലിട്ടോ ഞാൻ വെച്ച് പാമ്പായിരിക്കും. പുലി എന്തേ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിലേ. വരട്ടെ. സാറേ ഒരു കോഡ് വന്നിട്ടുണ്ട്. ഹലോ, കടക്കൽ റേഞ്ച് ഓഫീസർ അല്ലേ നിങ്ങള്? അതെ അതെ ആ അതെ, അവിടെ ഒരു പുലി ഇറങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. ആ ആ അയ്യോ, ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ. നിങ്ങൾ എവിടെയാണ്? ഞാൻ ഒരു പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ്സിലാണ് ഞാൻ. പാമ്പ് എവിടെ? പാലമറ്റം. നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത്? എവിടെയാണ് ഇപ്പൊ ഇതിനെ കണ്ടത്? ഹലോ, സാറായിരുന്ന? അത് ശരി. അപ്പൊ കടക്കല് നിങ്ങളായിരുന്നല്ലേ? ആ ഓ എന്നാ പറയേണ്ടത് എനിക്കറിയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അതെ അതെ, അവിടെ പുലി ഇറങ്ങിയിട്ടെന്നാ പറയുന്നത്. അല്ല സാറേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലിന്ന്. അപ്പൊ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഫയർഫോഴ്സിനെ വിളിച്ച് പറയും നിങ്ങൾ. അതല്ലേ, അതാ നല്ലത്. സാറേ ഒരു മിനിറ്റ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സാർ. ഓ അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? പുലി പുലി അണലി, മൂർഖൻ. മൂർഖൻ. അതെ, മൂർഖൻ. അപ്പോ വിഷമുള്ള പാമ്പുകളെ എങ്ങനെ നമുക്ക് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിച്ചിരിക്കണം. അതിന് വലിയ കാര്യമില്ല സാറേ. ഒരു 1/4 കിലോ വെളുത്തുള്ളി മേടിച്ച് ചതച്ച് വെള്ളത്തിൽ കളിക്കുക, പരിസരത്ത് തളിച്ച പാമ്പൊക്കെ പറവറക്കും. കായം കളിക്കാൻ മതി. മതി. അതെ, ഈ കായവും വെളുത്തുള്ളിയും വെച്ച് നിങ്ങൾക്ക് വല്ല രസോ സാമ്പാർ ഉണ്ടാക്കാനേ പറ്റൂ, പാമ്പിനെ പിടിക്കാനൊന്നും പറ്റില്ല. അല്ല, കാരണന്മാരങ്ങനെയൊക്കെ കാരണന്മാരാരുമില്ലാതെ പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ പാമ്പുകളെ ശാസ്ത്രീയമായി പിടിക്കാം. മറിമായം